രാഹുൽ മാങ്കുണ്ടത്തിന്റെ പേരിൽ പിന്നീട് വീണ്ടും പരാതികൾ ഉയർന്നു വന്നു. അത്തരമൊരു ഘട്ടത്തിൽ നിക്കക്കള്ളിയില്ലാതെ രാഹുൽ മാങ്കുണ്ടത്തെ പുറത്താക്കുന്ന നിലപാട് അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ ഉയർന്നു നിൽക്കുന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കോൺഗ്രസ് ആകെ ഈ നടപടി അംഗീകരിക്കുന്നുണ്ട്. ഒരു പാർട്ടി നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു അച്ചടക്ക പ്രശ്നത്തിൽ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ പാർട്ടി ആകെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രീതി ഏത് പാർട്ടിയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കുണ്ടത്തിന്റെ കാര്യത്തിൽ എന്താ ഇപ്പോഴുള്ള പ്രശ്നം? രാഹുൽ മാങ്കുണ്ടത്തിന്റെ പേരിൽ നടപടി എടുത്തതിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. അവസാനം പുറത്താക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായ സംരക്ഷണം, ഒളിവിൽ പോകുന്നതിന് സഹായകരമായ നിലപാട് എല്ലാം കോൺഗ്രസ് സ്വീകരിക്കേണ്ടായി. രാഹുൽ മാങ്കൂട്ടം അവിടെ പാലക്കാട് ഇന്നലെ വോട്ട് ചെയ്യാൻ വന്നിറങ്ങിയപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസിന്റെ ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകന്മാർ രാഹുൽ മാങ്കൂട്ടത്തെ ഈ ബൊക്ക നൽകിയാണ്, പൂച്ചെണ്ട് നൽകിയാണ് സ്വീകരിച്ചത്. എല്ലാ സംരക്ഷണവും അവർ കൊടുത്തു. ഇത് പാടില്ല എന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ? ഇപ്പം എങ്ങനെയാണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുമായിട്ട് ബന്ധമല്ല, പാർട്ടിയുടെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. മുരളിയുടെ സ്റ്റേറ്റ്മെന്റ്, മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വരികയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA എങ്ങനെയാണ്? കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമാണ്, UDF തീരുമാനപ്രകാരമാണ്. അങ്ങനെ കോൺഗ്രസ് തീരുമാനപ്രകാരം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയാൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണം എന്ന് കോൺഗ്രസ് പറയുമോ? എന്താണ് കോൺഗ്രസിന് അങ്ങനെ പറയാൻ കഴിയാത്തത്? അതാണ് കോൺഗ്രസ് നിലപാടിന്റെ ഒരു ജീർണത. അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായിട്ട് അത് അയാളുടെ ഒരു വ്യക്തിപരമായ അവകാശമാണ്. അങ്ങനെ വ്യക്തിപരമായ ഒരു നിലപാടിന്റെ ഭാഗമാണ് ഇവിടെ MLA മാരെല്ലാം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടം ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു, UDF അത് അംഗീകരിച്ചു. അങ്ങനെയല്ലേ അദ്ദേഹം പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ച് MLA ആകുന്നത്? കോൺഗ്രസിന്റെ ഭാഗമല്ലേ അത്? UDF ഭാഗമല്ലേ? അപ്പൊ കോൺഗ്രസും UDF മറ്റു പാർട്ടികളൊന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്താണ് ഇക്കാര്യത്തിൽ UDF പ്രധാന കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഈ പ്രശ്നത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടെന്താണ്? മുസ്ലിം ലീഗിന്റെ നിലപാട് അവർ വ്യക്തമാക്കണ്ടേ? അവരിതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതൊരു കോൺഗ്രസിന്റെ അഭ്യന്തര പ്രശ്നം എന്ന് പറഞ്ഞു നോക്കോ? ഇത് പൊതുജീവിതത്തിലുള്ള ഒരു ജീർണതയുടെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. പൊതുമണ്ഡലങ്ങളിലെ പ്രവർത്തകരെ അവർ വിശ്വാസം എടുക്കേണ്ടതാണ്. കോൺഗ്രസ് നേതൃത്വം ഇതിനെ സ്വീകരിക്കുന്ന മറ്റൊരു സമീപനം ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ചില പ്രതികരണങ്ങൾ ചാനലിലൂടെയൊക്കെ കേൾക്കാനിടയായി. അവരെന്താ നിലപാട് പറയുന്നത്? ഇന്നലെ വോട്ട് ചെയ്തതിന് ശേഷം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തി. മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഈ കോൺഗ്രസിലെ സ്ത്രീലംബടരായ ചിലർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അത് ശരിയായ പ്രതികരണമല്ലേ? മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതികരണം ശരിയായ പ്രതികരണമാണ്. അതിനെന്താ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം? CPM എത്ര ആളുകളുണ്ട് സ്ത്രീലംബന്മാർ? ചാനൽ ചർച്ചയിലൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ആളുകൾ പേര് പറയാൻ പോകുകയാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അവർക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണോ പ്രശ്നത്തെ സമീപിക്കേണ്ടത്?